നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ് ഒരു തലയോരപ്പറമ്പിലുള്ള ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. മരണപ്പെടാനുണ്ടായ കാരണം വ്യക്തമാക്കുന്നത് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്ന സമയത്ത് ആ ബിൽഡിങ്ങിനകത്ത് ആരുമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് പറയുകയുണ്ടായി. അതിൻ്റെ കൂടെ കൂടാൻ ഈ വാസവൻ മന്ത്രി. അങ്ങനെയാണ് ഒരു സ്ത്രീ അവിടെ മരണപ്പെടാനുള്ള കാരണം. ഇവർക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ആളില്ല എന്നുള്ളത്? അത് കറക്റ്റായിട്ട് ഇത്രയും വലിയ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പം അത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവിടെ വന്ന ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കുമാണ്. അപ്പോൾ ആരൊക്കെ അവിടെ ഇരിക്കുന്നു, ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയെന്ന് അവിടെ ചെക്ക് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് ഹിറ്റാച്ചിയും ക്രെയിനും ഒക്കെ വന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി വിളിച്ച് വരുത്തിയതാണ്. അപ്പോൾ ആരുമില്ല, ഒരു രക്ഷാപ്രവർത്തനവും നടത്തണ്ടെന്നും പറഞ്ഞ് ആണ് അവിടെ ഇപ്പോൾ മരണപ്പെടാനുള്ള കാരണം. അപ്പോൾ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർ വന്ന് ആ സമയത്ത് അത് ചെക്ക് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഒഴിവാക്കാമായിരുന്നു. പിന്നെ മെയിനായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ പാർട്സൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു മെയിൻ്റനൻസും ഇല്ലാതെ ചുമ്മാ ഇട്ടിരുന്ന ഒരു സംഭവമാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഒരാളെ മരിച്ചുള്ളൂ. ആ ഒരു പൊളിഞ്ഞ ഭാഗത്തൊക്കെ ആരും പോയി ഇരിക്കാത്തതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ്. അപ്പം അത്രയും പഴക്കമേറിയ ഏരിയയിൽ അപ്പോൾ ഒരാളകപ്പെട്ടു. അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തായിരുന്നു നിസ്സാര രീതിയിൽ. അവരുടെ പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ മന്ത്രി മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമാണ് അവിടെ നമുക്ക് അത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആരും ഉണ്ടോ എന്ന് തപ്പാനോ ഒന്നും അവർക്ക് സമയം കൊടുത്തില്ല. അവിടെ ആരുമില്ല, അവിടെ എങ്ങും തപ്പണ്ട, അവിടെ റെസ്ക്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവരെ ഓടിച്ചു. ഒരു മന്ത്രി അല്ല, ഒരു MLA MP, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ പറയും നമുക്ക് നോക്കണം കേട്ടോ, ഇത് ഇത്രയും വലിയ ഏരിയയാണ് മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിലെ വലിയൊരു മെഡിക്കൽ കോളേജാണ്. അവിടെ ഇത്ര ഒരു ആക്സിഡൻറ്റ്, ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് അവിടെയുള്ള ഒരു ജനങ്ങൾക്ക് ഒരു രൂപയുടെ പോലും വിലയില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ തടസ്സപ്പെടുത്തിയ ശ്രീ വീണ ജോർജ് മന്ത്രിയും ശ്രീ വാസവനും. ഇവന്മാരൊക്കെ എന്താണ് ഇപ്പം ജനങ്ങൾക്കൊക്കെ എന്ത് വിലയാണ്, എന്ത് ഒരു ജീവനൊക്കെ എന്ത് വിലയുള്ളതെന്ന് മനസ്സിലാകുണ്ടായി. ഈ കേരള സർക്കാരിൻ്റെ ഇടപെടലും ഇവർ നമ്പർ 1 ആണ്, കേരളം നമ്പർ 1 ആണ്, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്നൊക്കെ പറയുന്നു. സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇങ്ങനെയുള്ള മെയിൻ്റനൻസ്, ഇതുപോലുള്ള പഴയ ബിൽഡിങ്ങുകൾ, ഇടിഞ്ഞു വീഴാനായ സംഭവങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ പുതുക്കി പണിയുക എന്നതാണ് ഇപ്പം സർക്കാരിനുള്ള ഉത്തരവാദിത്വം. അത് ചെയ്യാതെ വന്ന് ചുമ്മാ അവിടെ ഇവിടെ വന്ന് ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാലും വൻ ദുരന്തമായി പോയി. കോട്ടയം തലയോലപ്പറമ്പിലുള്ള ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ ബിൽഡിങ്ങിനകത്ത് പോയതാണ്. അത് കറക്റ്റ് സമയത്തുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മരണം ഉണ്ടാകത്തില്ലായിരുന്നു. സത്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കുറേ സൈഡൊക്കെ മെയിൻ്റെനൻസ് ചെയ്തു. അത് അത്യാവശ്യം കുറച്ച് ഏരിയകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. പല ഭാഗങ്ങളും ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാം. രോഗാവസ്ഥ ചെല്ലുന്ന ആളുടെ പടലിയിൽ ബിൽഡിംഗ് ഇടിഞ്ഞ് വീണ് മരിക്കേണ്ട അവസ്ഥകളുണ്ടാകും. ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ നമ്മൾ ഈ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടതും അവിടുത്തെ പ്രവർത്തനവും അവിടെ നടക്കുന്ന കേസുകളും. അത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട ആൾക്കാരൊന്നും കാര്യമായ ഒരു പ്രവർത്തനവും ഹോസ്പിറ്റലിന് വേണ്ടി നടത്തുന്നില്ലെന്നുള്ളതാണ് സത്യം. മറ്റ് വിദേശ രാജ്യങ്ങളിലെയൊക്കെ പോലെ തന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് കാർഡ് കേരള സർക്കാരിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ നേടാനുള്ള സംവിധാനം ഒരുക്കുക. കുറച്ചൊക്കെ പൈസ ആൾക്കാരുടെ നിന്ന് മേടിക്കുക, ബാക്കി സർക്കാർ മുടക്കി സാധാരണപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു സംരക്ഷണം കേരള സർക്കാരിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലുള്ളവർക്ക് ഇൻഷുറൻസ് കാർഡ് ഏർപ്പാട് ചെയ്യാനുള്ള നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ പോയി ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നിടത്ത് പോയിട്ട് ജീവനും കൂടെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ മെഡിക്കൽ കോളേജ് പോലുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലും ആരും പോകാതിരിക്കുക. അവിടുത്തേക്ക് ബിൽഡിങ്ങിൻ്റെ വിലശയം നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി. മിക്ക ഹോസ്പിറ്റലിലും ഇതേ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇൻഷുറൻസ് കാർഡുകൾ, ഹെൽത്ത് കാർഡുകൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെൻറ് തന്നെ കൊടുക്കുക. ഒരു പെർസെൻറ്റേജ് ആൾക്കാരുടെ നിന്ന് മേടിക്കുക. നല്ല ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടുക.